ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിയനെ തുരത്തി ഓടിച്ച് കേണലിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് കൃഷ്. മണിയനെ ഓടിച്ചതിന് ശേഷം കൃഷും കൺമണിയും കൂടെ കേണലിനോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണ് കേണൽ പറയുന്നത്. വാസുകിയാണെങ്കിലും മണിയൻ ചെയ്തതിനെല്ലാം കേണലിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. കേണൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിയല്ലാത്തതൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കൃത്യസമയത്ത് കൃഷും കൺമണിയും കൂടി ഇങ്ങോട്ട് വന്നത്. സന്തോഷിക്കാൻ വേണ്ടി വന്ന ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നല്ലോ എന്നോർത്താണ് എന്റെ ദുഃഖം. കേണൽ ആ പറഞ്ഞത് കേട്ട് കൃഷ് കേണലെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങൾക്ക് സങ്കടമല്ല, സന്തോഷമാണ്. ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ ജീവിതത്തിന് സന്തോഷം തന്ന ആളാണ് കേണൽ സാർ. ആ കേണൽ സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തത് എന്റെ കടമയായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അതോർത്ത് സാറിന് കുറ്റബോധമൊന്നും വേണ്ടെന്ന് കൃഷി പറഞ്ഞപ്പോൾ കേണലിനും ആശ്വാസമാവുകയാണ്. തുടർന്ന് കൺമണി പറയുന്നുണ്ട്, ഞങ്ങൾ വനദുർഗ ക്ഷേത്രത്തിൽ നേർന്നിട്ടുള്ള പൂജയും വഴിപാടും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. മണിയനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനും കേണൽ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ബലരാമന്റെ റൂമിൽ നിൽക്കുന്ന മീരയുടെ അടുത്ത് സുമിത്ര വന്നിട്ട് നിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. ആലോചിച്ചിട്ട് വേണം മറുപടി കൊടുക്കാൻ, അങ്ങനെയാണെങ്കിൽ ജീവനോടെ തിരികെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നത്. മീരയുടെ അച്ഛൻ മീരയോട് സർജറി കഴിഞ്ഞോ എന്നും നിനക്ക് എത്താൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചുകൂടെ, തെക്കന്റെ വീട്ടുകാർ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്ന് തന്നെ. സുമിത്രയ്ക്ക് അത് കേട്ട് സന്തോഷമാവുന്നു. അപ്പൊ നീ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ത് പൊരുത്തപ്പെട്ടുവെന്ന്, കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ബന്ദിയാക്കിയിട്ട് എന്ന് മീര ദേഷ്യത്തോടെ പറയുന്നതും നീ വെറുതെ ശബ്ദം കൂട്ടി തടിയേടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിരട്ടുകയാണ്. ബലരാമൻ എപ്പോഴാണ് എണീക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുത്തിയ ആൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ കുത്തിന്റെ എഫക്റ്റ്, അത് വെച്ച് ഊഹിച്ചാൽ മതിയെന്നാണ് മീരയുടെ മറുപടി. എന്നാൽ ആ പറഞ്ഞത് സുമിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കുറച്ചു നേരമേ നീ ഭാഗ്യശ്രീയുടെ അടുത്ത് ഇരുന്നുള്ളൂവെങ്കിലും നിനക്കും വക്കീൽ ഭാഷയൊക്കെ കിട്ടിത്തുടങ്ങിയല്ലേ. ഇതേ സമയത്താണ് സുമിത്രയ്ക്ക് സഹദേവന്റെ കോള് വരുന്നത്. സഹദേവൻ സുമിത്രയോടായിട്ട് ഒരു വാർത്ത അറിയിക്കാനുണ്ടെന്നും മാഡത്തിന്റെ പുതിയ കൂട്ടുകാരിയില്ലേ മാനസ, കൺമണിയുടെ ശത്രു, അവള് ജയിലിനകത്ത് എത്തിയിട്ടുണ്ട്. വിസിറ്ററായിട്ടല്ല, പ്രതിയായിട്ട്. കൺമണിയുടെ ശത്രു വരുണും അതുപോലെ അനിരുദ്ധും കൂട്ടുപ്രതികളായിട്ടുമുണ്ട്. അവര് വലിയൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുക. നെർക്കോട്ടിക്സാ, 22B, 10 വർഷം വരെ തടവ് കിട്ടും. കൺമണിക്ക് കൃഷിനും പണി കൊടുക്കാൻ നോക്കിയതാ. MDMA കൃഷിന്റെ പോക്കറ്റിലിട്ട് അകത്താക്കാൻ നോക്കിയതാ. പക്ഷേ കൺമണി പണി തിരിച്ചു കൊടുത്തു. ഇതെല്ലാം കേട്ട് സുമിത്ര സഹദേവനെ അറിയിക്കുന്നുണ്ട്, ഞാനിവിടെ അത്യാവശ്യ ചില കാര്യങ്ങളിലാണെന്നും അത് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നും പിന്നെ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം, വേണ്ട സഹായങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് സുമിത്ര ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മാനസയെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് സുമിത്ര. മാനസയെ കണ്ടതും ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഞാൻ തടങ്കലിലായിരുന്നു, നീ സന്ദർശിക്കുകയുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോ നീയാണ് ജയിൽ പുള്ളി, ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നു. മാനസയ്ക്ക് തന്നെ ജയിൽ പുള്ളി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒട്ടും പിടിക്കുന്നില്ല. ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജയിൽ പുള്ളിയൊന്നുമല്ല, ഞാൻ മാനസയാ എന്ന്. ഞാൻ ഇവിടുന്ന് ഉടനെ തന്നെ ഇറങ്ങുകയും ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോ എങ്ങനെ ഇറങ്ങുമെന്നൊക്കെ പറയാം, പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് കൃത്യമായിട്ടാണ് നിന്നെ പൂട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് സുമിത്രയോട് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് മാനസ. എന്നെ തോൽപ്പിച്ചവരുടെ മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പൊ സുമിത്ര മാനസയോട് പറയുകയാണ്, നീ എന്തിനാ മോളെ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. അന്ന് കൺമണി എന്നെയാണ് ജയിലിലാക്കിയതെങ്കിൽ ഇന്ന് നിന്നെയാണ് ജയിലിലാക്കിയിരിക്കുന്നത്. അത് കേൾക്കുന്ന മാനസ, കൺമണി വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, കൺമണി വിചാരിച്ച എന്തും നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൺമണിയും കൃഷി ഒന്നിച്ചു നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റും. എന്നെയും നിന്നെയും ഒക്കെ ജയിലിലാക്കി, അത് തന്നെ ഒരു ഉദാഹരണമല്ലേ? മാനസപ്പ പറയുന്നുണ്ട്, കൺമണിയെ പറ്റിയൊന്നും എന്നോട് സംസാരിക്കണ്ട, എനിക്ക് അവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലെന്ന്. തുടർന്ന് സുമിത്ര പറയും, ശരി, എന്നാ പിന്നെ ഞാൻ നിന്നെ കുറിച്ച് തന്നെ പറയാം. സാഗറിന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാൻ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തന്നതല്ലേ, എന്നിട്ട് നിനക്കത് നടത്താൻ പറ്റിയില്ലല്ലോ. അതിന് കാരണം മകള് തന്നെയാണെന്ന് തിരിച്ചു പറയുന്നുണ്ട് മാനസി. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാമെന്നും മാനസ പറഞ്ഞത് കേട്ട് ഇത്രയും കാര്യങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടും ഭാഗ്യശ്രീയെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നീ ഇനി എന്ത് നോക്കാനാണെന്ന് പറഞ്ഞ് മാനസയെ പരിഹസിക്കുന്നുണ്ട് സുമിത്ര. മാനസയ്ക്ക് സുമിത്രയോടുള്ള ദേഷ്യം കണ്ടിട്ട് സഹദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാനസയെ സഹായിക്കാൻ തന്നെയാണ് മാഡം ഇപ്പൊ വന്നിരിക്കുന്നതെന്ന്. സുമിത്രയും പറയുന്നുണ്ട്, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട് മോളെ, പക്ഷെ നീ വിഷമിക്കണ്ട, ഭാഗ്യശ്രീയും ബലരാമനും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്, അവരെ ഞാൻ അങ്ങ് ഒതുക്കി. ഈ ജയിലിലാണെങ്കിൽ അവര് ഞാൻ ഒരുക്കിയ ജയിലുമാണ്. ഇതറിയുന്നത് മാനസയും ദേഷ്യത്തോടു കൂടി പറയുകയാണ്, രണ്ടിനെയും തീർക്കണമെന്ന്. ചേട്ടനും അനിയത്തിയും കൂടെ
എന്നെ പരസ്യമായിട്ട് അവഹേളിച്ചത് ഞാൻ ഒരു കാലത്തും മറക്കില്ല എന്നൊക്കെ മാനസ ദേഷ്യത്തോടു കൂടി പറയുന്നത് കേട്ടിട്ട്, നീ അതൊക്കെ എനിക്ക് വിട്ടേക്ക്, നീ ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം. നിന്നെ കണ്ട് നിനക്ക് ധൈര്യം തരാനാണ് ഞാനിപ്പോ വന്നത്. ഞാൻ നിന്നെ പുറത്തിറക്കിയിരിക്കും മാനസ. നിന്നെ പുറത്തിറക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. സുമിത്രയുടെ വാക്കുകൾ കേട്ട് മാനസ പറയുകയാണ്, എനിക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, കൺമണിയുടെയും കൃഷിന്റെയും വിവാഹം നടക്കരുത്. ഇത് നടക്കില്ലെന്ന് തന്നെ സുമിത്ര ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ മാനസയ്ക്ക്. മാനസയ്ക്ക് സന്തോഷമാവുകയും അതിന് പകരമായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും തിരിച്ച് ചെയ്യാമെന്നും പറഞ്ഞപ്പോ സുമിത്ര അറിയിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനി ഞാനുമായി ആലോചിച്ചിട്ടേ നീ എന്തും ചെയ്യാവൂ കേട്ടോ. തുടർന്ന് മാനസയോട് ചോദിക്കുകയാണ്, ആ കൃഷിന്റെ പോക്കറ്റിൽ മയക്കുമരുന്നിടുന്ന മണ്ടത്തരമൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത്? എന്നാൽ അത് മണ്ടത്തരമൊന്നും ആയിരുന്നില്ലെന്നും കൃത്യമായി വന്നിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ച പോലൊക്കെ നടക്കുമായിരുന്നെന്ന് മാനസ ന്യായീകരിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ മറ്റൊരു ആവശ്യം കൂടെ സുമിത്രയോട് ആവശ്യപ്പെടുകയാണ് മാനസ. അതായത് കൺമണിയുടെയും കൃഷിന്റെയും വിവാഹം നടക്കുന്നതിന് മുമ്പ് കൺമണി അണിഞ്ഞിരിക്കുന്ന ആ താലി ഉണ്ടല്ലോ, അത് പൊട്ടിക്കണം. ആ താലി എന്റെ ഉറക്കം കെടുത്തുകയാണ്. അവളുടെ ജീവൻ ആ താലിയാണ്. ആ താലി അവളുടെ കഴുത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവള് തീർന്നു. ആ താലിയിലാണ് അവളുടെ ജീവൻ കിടക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ അവള് വീഴും, അവൾക്ക് ഭ്രാന്താവും, അവള് ചിലപ്പോൾ തലതല്ലി മരിച്ചെന്നും വരാം. ഇതൊക്കെ അറിയുന്ന സുമിത്ര, ഓ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ, എങ്കിലേ ആ താലി അറുത്ത് മാറ്റിയിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് സുമിത്ര. തുടർന്ന് മാനസ കൃഷ്ണൻ കൺമണി ഇപ്പൊ എവിടെയായിരിക്കും എന്നതിനെ പറ്റിയൊക്കെ ഒരു സൂചന കൊടുക്കുന്നുണ്ട് സുമിത്രയ്ക്ക്. അവര് മിക്കവാറും ഇപ്പൊ പൊന്നുമേട്ടിലായിരിക്കുമെന്നും ഇനി 1-2 ദിവസം അവർ അവിടെ തന്നെയായിരിക്കും. ഫിലിപ്പ് എന്നൊരു കേണലിന്റെ റിസോർട്ടിലായിരിക്കും അവർ താമസിക്കുന്നത്. അത് കേൾക്കുന്ന സുമിത്ര, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവർക്കുള്ള പണി കൊടുത്തിരിക്കുമെന്ന് ഏൽക്കുകയാണ്. മാനസയും ഡബിൾ ഹാപ്പി. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് മാനസ, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അത് സഹദേവനോട് പറഞ്ഞാൽ മതി, കാര്യങ്ങളെല്ലാം സഹദേവൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞ് സുമിത്ര പോകാൻ തുടങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ ഉറപ്പ് കൊടുക്കുകയാണ് മാനസയ്ക്ക്, ആ താലി അതൊട്ടനെ തന്നെ പൊട്ടിയിരിക്കുമെന്ന്. മാനസയും പിന്നെ അവിടം തൊട്ട് കൺമണിയുടെ താലി പൊട്ടിയെന്നുള്ള വാർത്ത അറിയാനായിട്ട് കാത്തു കഴിയുകയാണ്. അതിനുശേഷം ബലരാമന് ബോധം വരികയാണ്. അത് കണ്ടിട്ട് മീരയ്ക്ക് സന്തോഷമാകുന്നു. ബോധമുണർന്ന് എണീക്കാൻ തുടങ്ങുന്ന ബലരാമനെ അവിടെ തന്നെ പിടിച്ചു കിടത്തുകയാണ് മീര. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുറിവൊക്കെ ഉണങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് ശരീരം അനങ്ങാൻ ഇപ്പൊ പാടില്ലാന്ന്, കിടന്നാൽ മാത്രം മതിയെന്ന്. മീരയെ കണ്ടിട്ട് ബലരാമൻ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ആരാണെന്ന് ചോദിക്കുന്നതും മീര സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഞാൻ ഡോക്ടർ മീര, താങ്കളെ ഡ്രസ് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും ഒക്കെ ഞാൻ തന്നെയാണ്. മീര എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള അർത്ഥത്തിൽ ബലരാമൻ നോക്കുമ്പോൾ മീര കാര്യങ്ങളെല്ലാം ബലരാമനെ അറിയിക്കുന്നുണ്ട്. ബലരാമന് ഭേദമായാലേ എന്നെ അവരിവിടെ നിന്ന് വിടും, അതുകൊണ്ട് പെട്ടെന്ന് ഭേദമായിക്കോളാൻ മീര ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മീരയോട് സോറി പറയുന്നുണ്ട് ബലരാമൻ. അപ്പൊ മീര ചോദിക്കുക, ഒരു സോറിയിലെല്ലാം കഴിഞ്ഞല്ലേ? അല്ല, നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യവുമില്ല. ഒരു കാര്യം ചെയ്യണം, അനിയത്തി ഈ വീട്ടിൽ നിന്ന് മാറ്റി നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതും കാത്തിരിക്കുക നിങ്ങളുടെ അനിയത്തി. മീര ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ഭാഗ്യശ്രീയെ കുറിച്ചാണോ സംസാരിക്കുന്നത് ബലരാമൻ ചോദിക്കുന്നുണ്ട്. ആ അത് തന്നെ, ഭാഗ്യശ്രീയും അതിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അതും കൂടെ അറിയുമ്പോഴത്തേക്കും ബലരാമൻ ഞെട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ മുറിവ് ഉണങ്ങുന്നതിനുള്ള മരുന്ന് തരാനും ഡോക്ടറെയും ഭാഗ്യശ്രീയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നെ എത്രയും വേഗം ഭേദമാക്കാനും ബലരാമൻ കെഞ്ചുമ്പോൾ, അങ്ങനെ പെട്ടെന്ന് മുറിവ് ഭേദമാക്കാനുള്ള മരുന്നൊന്നും എന്റെ കയ്യിലില്ലെന്ന് പറയുകയാണ് മീര. മാത്രമല്ല, ഈ ആരോഗ്യം വെച്ച് രക്ഷിക്കാനൊന്നും എന്തായാലും നടക്കില്ല, പുറത്ത് ഗുണ്ടകളുമുണ്ട്. അത് മനസ്സിലാക്കി ബലരാമൻ പിന്നെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേക്ക്, എന്നിട്ട് ഡോക്ടർ സ്വയം രക്ഷപ്പെട്ടു എന്ന്. അതിനും കഴിയില്ലല്ലോ എന്നാണ് മീരയുടെ മറുപടി. എനിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ നിങ്ങളുടെ അമ്മ വിചാരിക്കണം, പറഞ്ഞില്ലേ പുറത്ത് കിങ്കരന്മാരും ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നുമില്ല. പേഷ്യന്റിന്റെ ആരോഗ്യമാണ് ഡോക്ടർക്ക് പ്രധാനം. എന്നാലും ആ പാവം ആ കല്യാണച്ചക്കന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് കഷ്ടം തോന്നുകയാണെന്നൊക്കെ മീര പറഞ്ഞപ്പോ, ഏത് കല്യാണച്ചക്കനെന്ന് ബലരാമൻ ചോദിക്കുന്നത് കേട്ടിട്ട്, ആ ഒരു കല്യാണമൊക്കെ സെറ്റായിരിക്കുകയായിരുന്നു, ചെറുക്കന്റെ വീട്ടുകാര് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇന്നെന്റെ വീട്ടിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് കുത്തുകിട്ടിയത് എന്റെ കല്യാണത്തിനെയാണ് ബാധിച്ചത്. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും ബലരാമന് സങ്കടമാവുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. എന്നാൽ മീര പറയും, നിങ്ങൾ എന്നോട് സോറി ഒന്നും പറയണ്ട, അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ട്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്നാണ് ബലരാമനെ കുത്തു കിട്ടിയ ഭാഗത്ത് വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടുന്നത്. സഹിക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞതും ഞാനൊരു പെയിൻ കില്ലർ തരാം, സെഡേഷൻ ഉണ്ടാവും, കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞ് ബലരാമന് പെയിൻ കില്ലറെല്ലാം എടുത്ത് കൊടുക്കാൻ തുടങ്ങുകയാണ് മീര. തുടർന്ന് കാണിക്കുന്നത് കേണലിനെ ദേവ്ജി വിളിക്കുകയാണ്. അവരെങ്ങനെ സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിലെ കൃഷ്ണനെയും കൺമണിയും പ്രത്യേകം ശ്രദ്ധിച്ചോളാൻ ദേവ്ജി പറഞ്ഞപ്പോ അതെന്തിനാണെന്ന് കേണൽ ചോദിക്കുന്നതും ഇന്നലെ ഫംഗ്ഷനിടയിൽ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ദേവ്ജി പറഞ്ഞു കൊടുക്കുകയാണ് കേണലിന്. അതുകൊണ്ട് കുറച്ചു ദിവസം അവര് പൊന്നുമേട്ടിൽ തന്നെ നിൽക്കുന്നതാണ് സേഫ്റ്റി എന്നും ദേവ്ജി അഭിപ്രായപ്പെടുമ്പോൾ കേണൽ പിന്നെ പൊന്നുമേട്ടിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ എന്നോട് പ്രതികാരമുള്ള ഒരുത്തനുണ്ട്, മണിയൻ. അവനുമായിട്ട് കൃഷ് ഒന്ന് മുട്ടി. കൃഷും കൺമണിയും വരുമ്പോ മണിയൻ എന്നെ ആക്രമിക്കാൻ നോക്കുകയായിരുന്നു. അപ്പോ കൃഷ് ഇടപെട്ടു. ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും ദേവ്ജിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ദേവ്ജി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കേണൽ പറഞ്ഞെങ്കിലും
ദേവ്ജിക്ക് ഒരു സമാധാനമില്ല. കൃഷിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. പിന്നീട് കൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് ദേവ്ജിയോട്. ദേവ്ജിയുടെ ഈ ടെൻഷൻ മനസ്സിലാക്കുന്ന കൃഷും ദേവ്ജിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, അവനെ പോലീസ് പൊക്കിക്കോളും, ഞാനും ശരിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ട് ദേവ്ജിക്ക് ദേഷ്യം തോന്നുകയാണ് കൃഷ്ണനോട്. കൺമണിക്ക് ഫോൺ കൊടുക്കാൻ പറയും. കൺമണിയാണെങ്കിലും ദേവ്ജിയോട് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ദേവ്ജിയുടെ ഈ പരിഭ്രമവും ടെൻഷനും ഒക്കെ കണ്ട് കേണൽ വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, താനിങ്ങനെ ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന്.